അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് അധികം മടി മാറാനും അതുപോലെ നമ്മുടെ ഏഹ്, വീട് വൃത്തിയാക്കാനുള്ള ക്ലീനിങ്ങിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിൽ ഒരു ഏരിയ ഇതിനായിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ബുക്കുണ്ട് വായിക്കാൻ പറ്റിയ രീതിയിൽ. അപ്പോൾ ആ ബുക്കൊക്കെ ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ബുക്ക് വായിക്കാനാണ് ഇഷ്ടമുള്ളത്. അതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി കുറിക്കുക ഇങ്ങനത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു ബോക്സ് അതുപോലെ വേറെ 2, 3 ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട് കേട്ടോ. ഇതിലൊക്കെ വേണ്ടാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. കുറേ ദിവസമായി ഞാനിതെല്ലാം കൂടി ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു ഓറഞ്ച് ബോക്സിൽ മെഡിക്കലിൻ്റെ ആ ഒരു ടൈപ്പ് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഞാൻ ആവശ്യമുള്ള മാത്രം ഇടാനായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മക്കളെല്ലാവരും കൂടി ആവശ്യമില്ലാത്തതും എല്ലാം കൂടിയും ഒന്നിലങ്ങോട്ട് കൊണ്ടുപോയിട്ട് കേട്ടോ. അങ്ങനെ ഇത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നുള്ളിപ്പെറുക്കിങ്ങാണ്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട്. ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലാണെങ്കിൽ ഉമ്മിപ്പി അല്ലാത്ത എല്ലാം മുതലുണ്ടെന്ന് പറയും പോലെയാണ് കേട്ടോ. അപ്പം ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതുപോലെ ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. നമ്മളെ വീട്ടിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കുന്നുകൂടി വെക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആവശ്യമില്ലാത്തത് എടുത്ത് ഒഴിവാക്കുക എന്നുള്ളത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കൂടുമ്പം എനിക്കുള്ള പരിപാടിയാണ് കേട്ടോ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ മരുന്ന് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് പനിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് മരുന്നുണ്ടാവും. പിന്നേക്ക് നമ്മൾ അടുത്ത പനി വരുമ്പോഴേക്ക് യൂസ് ചെയ്യില്ലല്ലോ. അപ്പം അങ്ങനത്തെ പനീൻ്റെ അങ്ങനത്തെ ഉള്ള ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എക്സ്പയറി ആയിട്ടുള്ളതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയെടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സ് ലാണ് ഞാൻ പിന്നെ എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അവിടെ ബുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചത്. അതാണ് അവിടെ ബുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയുക, ബുക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ മൊബൈലിൻ്റെ ഇത് കട്ട് ചെയ്തുകൊണ്ട് ഒട്ടിച്ചിങ്ങാണ്ട് അങ്ങനെ ഒരു ബോക്സ് ആക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ മോളെ കുറേ മുടിക്കുടുക്കി അതുപോലെ എൻ്റെ ക്രാബ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മോൻ്റെ വാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ ആ ബോക്സിൽ ഇത്തിരി പൊടിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നേരെ അതങ്ങോട്ട് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഞാൻ ഓരോ ഭാഗത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ, ഓരോ ബോക്സിലാക്കിങ്ങാണ്ട്. അങ്ങനെ ആകുമ്പോൾ എടുക്കാനും നല്ല എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടി ഒന്നിലാക്കി വെക്കാതെ അതിൻ്റേതായൊരു എന്താ പറയുക സ്പേസ് കണ്ടെത്തുക. ഇപ്പം ഒരു പാത്രം നമ്മൾ ഈ മരുന്ന് കാര്യങ്ങൾക്കാണെങ്കിൽ വേറത് നമ്മൾ ഈ ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ അറേഞ്ച് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. പിന്നെ ജനാലൊക്കെ ഒന്ന് തുറന്നു ഒരു ഫ്രഷ് എയർ ഒക്കെ ഒന്ന് അങ്ങോട്ട് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഡൈനിങ് ഹാളിലെ അവസ്ഥ ഇതാണ് കേട്ടോ. ടോയ്സ് മുഴുവൻ ഉണ്ട്. അല്ലാത്ത എന്താ പറയുക പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് നൈനൂന് ഇങ്ങനത്തെ ബുക്ക് എന്തെങ്കിലുമൊക്കെ വെറുതെ ഫോട്ടോ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഡൈനിങ് ഹാളിലെ ആ ഒരു കർട്ടനൊക്കെ നീക്കി പിന്നെ അവിടുത്തെ ജനലൊക്കെ ഒന്ന് തുറന്നിടണം. അപ്പോൾ അടിച്ച് വാരിയിട്ട് തുറന്നിടാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതങ്ങോട്ട് സെറ്റാക്കണം. അപ്പോൾ അതൊന്ന് മാറ്റിയെടുത്തു കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വൃത്തിയായിട്ട് അവിടെ അടിച്ചാരി എടുക്കാം. അങ്ങനെ ഞാൻ പിന്നെ വേഗം മാറാല തട്ടാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. നമ്മൾ വീട്ടിലെ ക്ലീനിങ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമുക്കൊരു നേരം നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് ചെയ്തു തീർക്കും. പക്ഷെ ആ നേരത്ത് നമുക്ക് മടിയെങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നമ്മൾ ചെയ്യുന്ന ജോലി ഭയങ്കര കാഠിന്യമേറിയതാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് മടുപ്പ് തോന്നും. അതുപോലെ മടി വരും. ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിട്ട് തോന്നും. അതേ നമ്മൾ നല്ല ടഫ് ഉള്ളത് ഇങ്ങനെ എടുത്തു പോരുമ്പോൾ ലാസ്റ്റിലേക്ക് സിമ്പിൾ വെക്കുക. അങ്ങനെ ആകുമ്പോൾ ടഫായിട്ട് കഴിഞ്ഞാൽ ആ സിമ്പിൾ ചെയ്യാലോ എന്നുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ നേരെ വന്നത് സ്റ്റോർ റൂമിലേക്കാണ് കേട്ടോ. കുറേ ദിവസമായി സ്റ്റോർ റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നമ്മൾ വിടുന്ന ഓരോ പാത്രങ്ങൾ എടുക്കും, അത് നല്ലപോലെ വൃത്തിയാക്കി വെക്കും. പിന്നെ അതേപോലെ അത് തിരിച്ച് എന്തോ ഒരു മാതിരി മെസ്സി ആയി കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ഗ്യാസ് കുറ്റി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ഭാഗത്തേക്ക് നീക്കി. പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ബോട്ടിലാക്കേണ്ടി വന്നേ. അങ്ങനെ പച്ചരി പിന്നെ ചാക്കരി പിന്നെ അല്ലാതെ കുറച്ച് അരികളുണ്ട് കേട്ടോ. അതും കൂടി ചെറിയൊരു ബക്കറ്റിലാക്കിയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്.
പിന്നെ നേരെ സാധാ അരി ഉണ്ടല്ലോ നമ്മൾ ചോറ് വെക്കുന്നത്, അത് നമ്മൾ റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതും കൂടി ഒരു ബക്കറ്റിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇനി റേക്കിൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. ഇതിന് മുകളിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്, അതെല്ലാം ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ ഇത് നമ്മൾ കുറച്ച് പാത്രങ്ങളുടെ ഒരു പെട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് പിന്നീട് ആവശ്യം വരുമല്ലോ, അപ്പോൾ അത് അതേപോലെ തന്നെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്നൊന്നും ഉപയോഗിക്കാത്ത സംഭവങ്ങളുണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ എടുത്തു വെക്കുന്നത്. അങ്ങനെ ഈ ഒരു മുകളിലെ ഈ ഒരു റാക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ വാഴക്കുല കെട്ടി തൂക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു തുണി അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് അവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ കൂടുതലായിട്ട് നമ്മൾ വാങ്ങിയിട്ട് എന്താ പറയുക എടുക്കാത്ത വെക്കുമല്ലോ, കുറച്ചീച്ചാണല്ലോ നമ്മൾ ചെറിയ ചെറിയ ബോട്ടിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ തോനുള്ളതൊക്കെ ഞാൻ മുകളിലേക്കായിട്ട് വെക്കും. പിന്നെ അടിയിൽ നമ്മുടെ മിക്സി, അതുപോലെ മിക്സീൻ്റെ ജാറ്, പിന്നെ നമ്മുടെ പത്തിരി പ്രസ്, ഇതെല്ലാം ഒരു ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് കേട്ടോ കുറച്ച് തോനെ അളക്കുകളുള്ളത്. അപ്പോൾ ആ അളക്കുകളൊക്കെ ഒന്ന് നല്ല പോലെ ഡീപ്പായിട്ട് തന്നെ വെക്കണം. അങ്ങനെ ആ ബോട്ടിൽസൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ അവിടെ തുടച്ചിട്ട് വീണ്ടും നമ്മൾ അവിടേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽസിൻ്റെ മുകളിൽ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തട്ടിക്കിട്ട് പിന്നെയും അങ്ങോട്ട് അറേഞ്ച് ചെയ്യും കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കുറേ കുപ്പികൾ കഴുകാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിപ്പം ശനി ഞായറൊക്കെ ആകുമ്പോൾ മക്കളെല്ലാവരും വീട്ടിലുള്ള ഒരു ടൈമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് അന്ന് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, മക്കളെല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ ഇഷ്ടമായിരിക്കും കേട്ടോ. പക്ഷേ ചില സ്ഥലത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരൊന്നും ഇല്ലാത്ത ടൈമിൽ ചെയ്യണം എന്നാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ആരും ഇല്ലാത്ത ടൈമിൽ ചെയ്യാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരെ കാര്യം നോക്കാതെ നമുക്ക് ക്ലീനിങ്ങിലേക്ക് നിന്നാൽ മതി കേട്ടോ. അപ്പം നമുക്ക് മടി കൂടാതെ ചെയ്യണം, അല്ലെങ്കിൽ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ തലേന്ന് തന്നെ നമ്മൾ കുറച്ച് ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുക. അതിന് ഒരു പ്ലാനിങ് വേണം കേട്ടോ, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഒന്ന് റെഡിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ സ്റ്റോർ റൂമിൽ ആ റേക്കും കാര്യങ്ങളൊക്കെ ഇതാക്കി പിന്നെ ഞാൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ വാഷിംഗ് മെഷീൻ്റെ അടിയിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും പൊടി തട്ടി അടിച്ചു വാരിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള ഏരിയ അടിച്ചു വാരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാനാണ് കേട്ടുള്ളത്. അപ്പോൾ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് സെറ്റാവും. പിന്നെ ലാസ്റ്റ് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.